നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഇനി വരുന്ന ദിവസങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് പലതരത്തിലുള്ള മഴക്കാല ദുരന്തങ്ങൾ കൂടി സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പായി തന്നെയാണ് ഇത് മാറുന്നത്. വീണ്ടും കാലവർഷം അങ്ങനെ അതിതീവ്രമാകുന്നു. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതും ന്യൂനമർദ്ദപാത്തിയും ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ ഇനി അതിതീവ്രമാകാൻ കാരണമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് നാളെ 3 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. കണ്ണൂരിന് പിറകെ കോഴിക്കോടും കാസർഗോഡും അവധി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 3 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് അതത് കളക്ടർമാർ അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമുണ്ട്. അതിനിടയിൽ തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി ഉണ്ടായതായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ചമക്കാലയിൽ ഇന്ന് ഉച്ചയോടെയാണ് മിന്നൽ ചുഴലി ഉണ്ടായതും നിരവധി മരങ്ങൾ കടപുഴകി വീണത്. വൈകിട്ട് 3:30യോടെയാണ് ചമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. സെക്കൻഡുകൾ മാത്രമാണിത് നീണ്ടു നിന്നതെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും നാശനഷ്ടം അത് സൃഷ്ടിച്ചിരുന്നു. ക്ഷേത്രത്തിനടുത്ത് തൊട്ടടുത്ത പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണ് സമീപത്തുണ്ടായിരുന്ന വീട് ഭാഗികമായി തകർന്നു. തലനാഴിരയ്ക്കാണ് വീട്ടുകാർ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അടുത്ത 5 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ പ്രവചിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മഴവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യത കൂടുതലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതുകൊണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. കടലാക്രമണം ശക്തമാകാൻ കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പരമാവധി പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഇതുകൂടാതെ പല ജില്ലകളിലും നൽകിയിരിക്കുന്ന അവധി മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്ര മഴയുണ്ട്. അതുകൊണ്ടാണ് നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ അതുപോലെ തന്നെ നടക്കും. കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടുള്ള സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജില്ലയിലെ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മഴ, ശക്തമായ കാറ്റ് എന്നിവ കണ്ണൂരിൽ തുടരുന്ന സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് അനുസരിച്ച് വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിനും ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. അതും തിങ്കളാഴ്ച ദിവസം. ഒപ്പം 3 ജില്ലകളിൽ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള റെഡ് അലർട്ടും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണണം. ഇവിടെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത, അതായത് 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇതുകൂടാതെ 14-ാം തീയതി മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 15-ാം തീയതി എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 16-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 17-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒപ്പം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്
14-ാം തീയതി ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട് ജില്ലകളിലും 15-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 16-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിലും 17-ാം തീയതി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും 18-ാം തീയതി എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.